ഹലോ സ്റ്റുഡൻസ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന സെക്കൻഡ് ചാപ്റ്ററിൻ്റെ 6ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഫങ്ഷൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാമെന്നും ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് ഫങ്ഷൻസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. Some functions and their graph. First function, identity function. Identity function is a real valued function f from R to R. R is set of real numbers defined by y equal to f of x equal to x. അപ്പോൾ ഒരു എലമെന്റ് അതേ എലമെന്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു. ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു ആർ, ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഗ്രാഫ് വരക്കണമെങ്കിൽ പോയിന്റ്സ് അറിയണം. അപ്പോൾ നമുക്ക് പോയിന്റ്സ് കണ്ടുപിടിക്കാം. എക്സ് -2 ആകുമ്പോൾ എഫ് ഓഫ് -2 ഈക്വൽ ടു -2, ദാറ്റ് മീൻസ് വൈ ഈക്വൽ ടു -2. എക്സ് -1 ആകുമ്പോൾ വൈ ഈക്വൽ ടു -1. എക്സ് 0 ആകുമ്പോൾ y ഈക്വൽ ടു 0. അതേ എലമെന്റ് തന്നെയാണ് ഇമേജ് വരിക. അതാണ് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ പ്രത്യേകത. ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് അതേ എലമെന്റിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ 1 ആകുമ്പോൾ y 1 ആണ്, എക്സ് 2 ആകുമ്പോൾ വൈയും 2 ആണ്. അപ്പോൾ ഈ പോയിന്റ്സ് നമുക്ക് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. ഫസ്റ്റ് -2 -2, നെക്സ്റ്റ് -1 പോയിന്റ്, അതെവിടെയാ? എക്സ് -1 വൈ -1. അപ്പോൾ ഈ പോയിന്റ് ആണ് -1 പോയിന്റ്. നെക്സ്റ്റ് 0 0 0 0 ഈസ് ഒറിജിൻ. നെക്സ്റ്റ് 1 1 എക്സ് 1 വൈ 1. അപ്പോൾ ഈ പോയിന്റ് ആണ് വരിക. അപ്പോൾ പോയിന്റ് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ആ പോയിന്റ് ജോയിൻ ചെയ്താൽ നമുക്ക് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് കിട്ടും. പോയിന്റ് ജോയിൻ ചെയ്യാം. ഒരു സ്കെയിൽ യൂസ് ചെയ്ത് നമുക്ക് പോയിന്റ് ജോയിൻ ചെയ്യാം. ഇതാണ് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ്. അപ്പോൾ നമുക്ക് പോയിന്റ് കണ്ടുപിടിച്ചാൽ ആ പോയിന്റ് മാർക്ക് ചെയ്യുക, എന്നിട്ട് സ്കെയിൽ യൂസ് ചെയ്ത് പോയിന്റ് ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ്? ദിസ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസസ് ത്രൂ ഒറിജിൻ. ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനാണ് ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഗ്രാഫ് കിട്ടുന്നത്. നെക്സ്റ്റ്, വാട്ട് ഈസ് ഇറ്റ്സ് ഡൊമെയിൻ ആൻഡ് റേഞ്ച്? ഐഡന്റിറ്റി ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ. ഹെൻസ് ഡൊമെയിൻ ഈക്വൽ ടു ആർ ആണ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. ഇനി ഡൊമെയിൻ കണ്ടുപിടിക്കാൻ വേറൊരു വഴി എന്താണ്? ഗ്രാഫിൽ നിന്നും എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്ന എക്സ് ആക്സിസിലെ പോയിന്റ്സ് ഒക്കെ എന്തായിരിക്കും? ഡൊമെയിനിലെ പോയിന്റ്സ് ആയിരിക്കും. ഇവിടെ ഗ്രാഫിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചാൽ എക്സ് ആക്സിസിലെ എല്ലാ പോയിന്റും മീറ്റ് ചെയ്യുന്നുണ്ട്. എക്സ് ആക്സിസിലെ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്. ഹെൻസ് ഡൊമെയിൻ ഈക്വൽ ടു ആർ. നെക്സ്റ്റ്, റേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രാഫിൽ നിന്നും വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ വരച്ചാൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ്. അവിടെയും എന്ത് കാണാം നമുക്ക്? വൈ ആക്സിസിലെ എല്ലാ പോയിന്റ്സിനും ആ പെർപെൻഡിക്കുലർ മീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ മൂവ് ചെയ്യുമ്പോൾ എല്ലാ പോയിന്റിനെയും മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹെൻസ് ഡൊമെയിൻ ഈക്വൽ ടു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ ആൻഡ് റേഞ്ച് ഈക്വൽ ടു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആർ. അപ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടുന്നത് ഇതേ രീതിയിലാണ്. അപ്പോൾ ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാസസ് ത്രൂ ദ ഒറിജിൻ. ഡൊമെയിൻ ഓഫ് എഫ് ഈക്വൽ ടു ആർ, റേഞ്ച് ഈക്വൽ ടു ആർ. നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി, where c is a constant and x belongs to r. അപ്പോൾ എല്ലാ എലമെന്റും സിയിലേക്ക് മാപ്പ് ചെയ്യുന്നു.
എല്ലാ എലമെന്റിന്റെയും ഇമേജ് എന്തായിരിക്കും? സി ആണ്. സി എന്ന് പറയുന്നത് നമുക്ക് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. അപ്പോൾ കൺസിഡർ ദ കോൺസ്റ്റന്റ് സി ആസ് 3. സി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റിന് നമുക്ക് 3 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ എഫ് ഓഫ് 0 ഈക്വൽ ടു എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പോൾ പോയിന്റ് എന്താണ്? 0, 3. നെക്സ്റ്റ് എഫ് ഓഫ് 1 ഈക്വൽ ടു 3 ആയിരിക്കും. അപ്പോൾ അവിടെ കിട്ടുന്ന പോയിന്റ് 1, 3. നെക്സ്റ്റ് എഫ് ഓഫ് -1 3 ആയിരിക്കും. അപ്പോൾ -1, 3. എഫ് ഓഫ് 2 തന്നെയാണ് 3 ആയിരിക്കും. എഫ് ഓഫ് 3യും 3 ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ആണ്. എക്സിന് ഏത് വാല്യൂ ആകട്ടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ആയിരിക്കും. അപ്പൊ എക്സിന് ഇവിടുത്തെ ഏത് വാല്യൂ എടുത്താലും ഈ വാല്യൂ കിട്ടുന്നത് സി ആണ്. അപ്പൊ നമുക്ക് പോയിന്റ്സ് കിട്ടി. ഈ പോയിന്റ്സിനെ ജോയിൻ ചെയ്താൽ വി ഗെറ്റ് ദ ഗ്രാഫ് ഓഫ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3. അപ്പൊ ഈ ഗ്രാഫിന്റെ പ്രത്യേകത എന്താണ്? ദിസ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ ആണ് കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫ് കിട്ടുന്നത്. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 ആണെങ്കിൽ പാസസ് ത്രൂ ദ പോയിന്റ് 0, 3. ഇനി എന്തായാലും കോൺസ്റ്റന്റ് ഏത് വാല്യൂ ആയാലും ദാറ്റ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ലൈൻ ആണ് കിട്ടുന്നത്. പിന്നെ സിയുടെ വാല്യൂ അനുസരിച്ച് പാസ് ചെയ്യുന്ന പോയിന്റ് വൈ ആക്സിസിൽ പാസ് ചെയ്യുന്ന പോയിന്റിൽ വ്യത്യാസം വരും. നെക്സ്റ്റ് ഇതിന്റെ ഡൊമെയിനും റേഞ്ചും എന്താണ്? നമുക്ക് മൂവ് ചെയ്ത് നോക്കുക. മൂവ് ചെയ്യുമ്പോൾ എക്സ് ആക്സിസിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ എക്സ് ആക്സിസിലെ എല്ലാ പോയിന്റിലൂടെയും പാസ് ചെയ്യുന്നുണ്ട് അല്ലെ? എക്സ് ആക്സിസിന് എല്ലാ പോയിന്റിലും ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ വൈ ആക്സിസിലോ ഇവിടെ ഒന്നും പെർപെൻഡിക്കുലർ ടച്ച് ചെയ്യുന്നില്ല. വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ വരക്കുമ്പോൾ ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. ഇതാണ് പെർപെൻഡിക്കുലർ. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ആണെങ്കിൽ നമുക്കിപ്പോ സി 3 ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ ഏത് പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ? 3 എന്ന് പറഞ്ഞ പോയിന്റിൽ മാത്രമേ പെർപെൻഡിക്കുലർ ടച്ച് ചെയ്യുന്നുള്ളൂ. ദാറ്റ് മീൻസ് റേഞ്ച് ഈക്വൽ ടു സെറ്റ് 3 ആണ് വരിക. നമുക്ക് വേറെ ഏത് പോയിന്റിലും ഇല്ല. നമ്മൾ ഏത് പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചാലും 3 എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ മാത്രമേ പെർപെൻഡിക്കുലർ ടച്ച് ചെയ്യുന്നുള്ളൂ. ഹെൻസ് ഡൊമെയിൻ ഈക്വൽ ടു സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ബട്ട് റേഞ്ച് ഈക്വൽ ടു സെറ്റ് 3. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ആണെങ്കിൽ റേഞ്ച് ഈക്വൽ ടു സെറ്റ് സി ആയിരിക്കും. അതായത് ഡൊമെയിൻ എന്ന് പറഞ്ഞ സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ്സ്. അപ്പൊ ഇവിടുത്തെ എലമെന്റ്സ് ഏതൊക്കെയാണ്? 0, 3, 1, 3, 2, 3, 3, 3, 4, 3. ദാറ്റ് മീൻസ് ഫസ്റ്റ് എലമെന്റ്സ് റിയൽ നമ്പർ മൊത്തം വരുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് എലമെന്റ് ഏത് മാത്രമേ വരുന്നുള്ളൂ? 3 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് മാത്രമേ സെക്കൻഡ് എലമെന്റ് വരുന്നുള്ളൂ. ദർഫോർ റേഞ്ച് ഈക്വൽ ടു സെറ്റ് 3. ഇപ്പൊ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫ് ഇതാണ് വരുന്നത്. അപ്പൊ ഈ ഗ്രാഫ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിസിന് പെർപെൻഡിക്കുലർ വരച്ചാൽ എല്ലാ പോയിന്റിനും ടച്ച് ചെയ്യുന്നത് കൊണ്ട് ഡൊമെയിൻ ഈക്വൽ ടു ആർ. പക്ഷെ വൈ ആക്സിസിൽ സി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് മാത്രമേ പെർപെൻഡിക്കുലർ ടച്ച് ചെയ്യുന്നുള്ളൂ. 0C, 1C, 2C, ഓൾഡ് പെയർ 4C, അങ്ങനെയാണ് നമ്മളെ പോയിന്റ്സ് കിട്ടുന്നത്. ഫോർ റേഞ്ച് ഈക്വൽ ടു സെറ്റ് സി. Next function, modulus function. The function f from R to R defined by f of x equal to modulus of x for each x belongs to R is called modulus function. For modulus function definition, f of x equal to modulus of x. And the modulus of x എന്ന് പറഞ്ഞാല് പോസിറ്റീവ് അതേ വാല്യൂ തന്നെയായിരിക്കും. മോഡുലസ് ഓഫ് -5 ഈക്വൽ ടു എന്താ വരിക? +5 ആണ് വരിക. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് -2 ഈക്വൽ ടു +2, മോഡുലസ് ഓഫ് -1 ഈക്വൽ ടു 1, മോഡുലസ് ഓഫ് 0 ഈക്വൽ ടു 0, മോഡുലസ് ഓഫ് 1 ഈക്വൽ ടു 1, മോഡുലസ് ഓഫ് 2 ഈക്വൽ ടു 2. This for each non-negative value of x, f of x equal to x. അല്ലേ? നെഗറ്റീവ് അല്ലാത്ത വാല്യൂസിന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്.
0 തന്നെ വരുന്നത്, 1 തന്നെ വരുന്നത്, 2 തന്നെ വരുന്നത്. അപ്പൊ നെഗറ്റീവ് അല്ലാത്ത വാല്യൂസിന് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. നെക്സ്റ്റ് നെഗറ്റീവ് വാല്യൂസിന് എന്താ? ഫോർ നെഗറ്റീവ് വാല്യൂസ് ഓഫ് എക്സ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് ഈസ് ദ നെഗറ്റീവ് ഓഫ് ദി വാല്യൂ ഓഫ് എക്സ് അല്ലേ. എക്സ് ഈക്വൽ ടു -2 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് അല്ലല്ലോ, 2 എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് ഓഫ് -2 ആണ്. 2 നെഗറ്റീവ് ചേർന്നതല്ലേ +2 ആകുന്നത്. അപ്പോൾ നെഗറ്റീവ് ഓഫ് -2 എന്ന് എഴുതാം. -2 എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പൊ ഇവിടെ ബാക്കി ഒരു നെഗറ്റീവ് ഉണ്ട്, അപ്പൊ -x. അപ്പൊ എക്സ് നെഗറ്റീവ് വാല്യൂ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഈസ് നെഗറ്റീവ് ഓഫ് ദ വാല്യൂ ഓഫ് എക്സ് അല്ലെ. -2 എന്താണ്? സൈനിന് വ്യത്യാസം വരുന്നത്. -1 ആണെങ്കിലും സൈനിന് വ്യത്യാസം വരുന്നു. പോസിറ്റീവോ 0 ആകുമ്പോൾ അതേ വാല്യൂ തന്നെ വരുന്നത്, പക്ഷെ നെഗറ്റീവ് ആകുമ്പോൾ സൈനിൽ വ്യത്യാസം വരുന്നുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ കേസിൽ അല്ലെ സെയിം നമ്പർ തന്നെയാണ് വരുന്നത്. ബട്ട് എക്സ് ലെസ് ദാൻ 0, എക്സ് നെഗറ്റീവ് ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ ഇവിടെ -2 ആണെങ്കിൽ ഇവിടെ എന്തെന്നെ വരണം? -2 തന്നെ വരണം. പക്ഷെ സൈനിൽ വ്യത്യാസം വരുന്നുണ്ട്. therefore -x. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ ആണ് മോഡുലസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, നെഗറ്റീവ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0. അപ്പോൾ നമുക്കിനി ഗ്രാഫ് വരക്കാം, എന്നിട്ട് ഡൊമെയിനും റേഞ്ചും എന്താണെന്ന് നോക്കാം. അപ്പോൾ ഗ്രാഫ് വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, നെഗറ്റീവ് വാല്യൂസ് പോസിറ്റീവ് ആകും, പോസിറ്റീവ് വാല്യൂസും 0 അത് തന്നെയായിട്ട് വരും. നമുക്ക് പോയിന്റ് പ്ലോട്ട് ചെയ്യാം. 0 ആണെങ്കിൽ 0 തന്നെയാണ്. 1 ആണെങ്കിൽ എഫ് ഓഫ് 1 ഈക്വൽ ടു മോഡുലസ് ഓഫ് 1 ഈക്വൽ ടു 1, 1, 1. 2 ആണെങ്കിൽ 2 തന്നെയാണ്. എഫ് ഓഫ് 2 ഈക്വൽ ടു മോഡുലസ് ഓഫ് 2 ഈക്വൽ ടു 2. അപ്പോൾ 1, 1 മാർക്ക് ചെയ്യുക, 2, 2 മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് -1 ആണെങ്കിൽ എഫ് ഓഫ് -1 ഈക്വൽ ടു മോഡുലസ് ഓഫ് -1. വാട്ട് ഈസ് മോഡുലസ് ഓഫ് -1? 1 ആണ് വരിക. അപ്പൊ -1ന് 1 ആണ് വരിക. -2ന് മോഡുലസ് ഓഫ് -2 ഈക്വൽ ടു 2. അപ്പോ -2, 2 ഇവിടെയാണ് പോയിന്റ് വരിക. അപ്പോ പോയിന്റ് മാർക്ക് ചെയ്തു. ഇനി ആ പോയിന്റ് ജോയിൻ ചെയ്യുക. ദിസ് ഈസ് ഗ്രാഫ് ഓഫ് മോഡുലസ് ഓഫ് ഫംഗ്ഷൻ. മോഡുലസ് ഓഫ് എക്സിന്റെ ഗ്രാഫാണ് ഇവിടെ കിട്ടിയത്. അപ്പൊ ഇനി ഇതിന്റെ ഡൊമെയിനും റേഞ്ചും എന്താണെന്ന് നോക്കണം. അപ്പൊ ഇതിന്റെ ഡൊമെയിൻ കണ്ടുപിടിക്കാൻ എക്സ് ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരക്കുക. അപ്പൊ അത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് നോക്കുക. എക്സ് ആക്സിസിലെ എല്ലാ പോയിന്റും ടച്ച് ചെയ്തിട്ടാണ് വരുന്നത്. ഒരു പോയിന്റ് പോലും ടച്ച് ചെയ്യാതില്ല. എക്സ് ആക്സിസിലെ കംപ്ലീറ്റ് പോയിന്റിനെയും പെർപെൻഡിക്കുലർ ടച്ച് ചെയ്യുന്നുണ്ട്. therefore ഡൊമെയിൻ ഓഫ് ദിസ് ഫംഗ്ഷൻ ഈക്വൽ ടു ആർ. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ഡെഫിനിഷൻ എന്താണ്? എഫ് ഫ്രം ആർ ടു ആർ. അപ്പൊ ആറിൽ നിന്നാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്. ഹെൻസ് ഡൊമെയിൻ ഈക്വൽ ടു ആർ. നെക്സ്റ്റ് റേഞ്ച്. വൈ ആക്സിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ എല്ലാ പോയിന്റിനും ടച്ച് ചെയ്യുന്നുണ്ടോ നോക്കുക. 0ലേക്ക് വരുമ്പോൾ ഇവിടെ വന്നിട്ട് 0 വരെ വന്ന് പിന്നെ ആദ്യം മുകളിലേക്ക് പോകുകയല്ല ചെയ്യുന്നത്. ഈ വാല്യൂസിൽ ഒന്നും എന്ത് ചെയ്യുന്നില്ല? ടച്ച് ചെയ്യുന്നില്ല. ഈ നെഗറ്റീവ് വാല്യൂസിൽ ഒന്നും പെർപെൻഡിക്കുലർ ടച്ച് ചെയ്യുന്നില്ല. അതിന്റെ റീസൺ എന്താണ്? 1ന്റെ ഇമേജ് 1 ആണ്. നെഗറ്റീവ് 1ന്റെ ഇമേജ് എന്താണ്? 1 ആണ്. നെഗറ്റീവ് 2ന്റെ ഇമേജ് 2 ആണ്. ദാറ്റ് മീൻസ് നെഗറ്റീവ് മോഡുലസ് ഫംഗ്ഷന്റെ വാല്യൂ ഒരിക്കലും എന്താകുന്നില്ല? നെഗറ്റീവ് ആകുന്നില്ല. ഹെൻസ് റേഞ്ച് ഓഫ് എഫ് ഈക്വൽ ടു ക്ലോസ്ഡ് 0 ഇൻഫിനിറ്റി. പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ എന്ത് വരുന്നുള്ളൂ? റേഞ്ച് വരുന്നുള്ളൂ, 0യും. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? റേഞ്ച് ഓഫ് എഫ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവെൽ 0 ഇൻഫിനിറ്റ് എന്ന് എഴുതാം. അപ്പൊ മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് ഇതാണ്. നോക്കി ഇനി
എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് മോഡ് എക്സ് എന്തായിരിക്കും? ഇത് മോഡ്ലെസ് ഓഫ് എക്സ്. ഇനി മൈനസ് മോഡ് എക്സ് എങ്ങനെയാ? നേരെ താഴോട്ടായിരിക്കും മൈനസ് മോഡ് എക്സ് വരിക. അപ്പൊ അതിന്റെയും ഡൊമൈൻ എന്താണ് നോക്കുക. ഡൊമൈൻ എന്താണ്? എല്ലാ എക്സ് ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വെച്ചാൽ എല്ലാത്തിനെയും മീറ്റ് ചെയ്യുന്നുണ്ട്. എക്സ് ആക്സിലെ പോസിറ്റീവ് ഭാഗത്തിനെ മീറ്റ് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ഭാഗത്തെയും മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ വൈ ആക്സിന് പെർപെൻഡിക്കുലർ വരച്ചാലോ നെഗറ്റീവ് വാല്യൂസിനെ മാത്രമല്ലേ മീറ്റ് ചെയ്യുന്നുള്ളൂ. ഗ്രാഫ് എവിടത്തേക്ക് പോകുന്നില്ല? വൈ ആക്സിന്റെ പോസിറ്റീവ് പോർഷനിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ റേഞ്ച് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി മുതൽ 0 വരെയാണ് വരിക. ക്ലോസ് ടു 0 വരെയാണ് റേഞ്ച് വരിക. അപ്പോൾ ഇതാണ് മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ് വരിക. ഡൊമൈൻ ഓഫ് എഫ് ഈക്വൽ ടു ആർ ആൻഡ് റേഞ്ച് ഓഫ് എഫ് ഈക്വൽ ടു ക്ലോസ്ഡ് 0 ഇൻഫിനിറ്റി. നെക്സ്റ്റ് ഫംഗ്ഷൻ സിഗ്നം ഫംഗ്ഷൻ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് സിഗ്നം ഫംഗ്ഷൻ. Signum function is a function f from R to R defined by f of x equal to 1 if x greater than 0, equal to 0 if x equal to 0, negative 1 if x less than 0. That means ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? x greater than 0 means x പോസിറ്റീവ് ആകുമ്പോൾ 1, ഇമേജ് 1 ആണ്. x 0 ആകുമ്പോൾ 0 തന്നെയാണ്. പക്ഷെ എക്സ് നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് 1. അപ്പൊ പോസിറ്റീവ് വാല്യൂസിന് മൊത്തം ഇമേജ് 1 ആയിരിക്കും, 0ന് 0 ആയിരിക്കും. നെഗറ്റീവ് വാല്യൂസിന്റെ എല്ലാ ഇമേജും എന്താണ്? -1 ആയിരിക്കും. അപ്പൊ പോയിന്റ്സ് നമുക്ക് മാർക്ക് ചെയ്യാം. എക്സ് നെഗറ്റീവ് 2 ആകുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് ആകുമ്പോൾ ഇമേജ് എന്താണ്? -1. അപ്പൊ -1നും -2ന്റെയും ഇമേജ് -1. 0 ആകുമ്പോൾ ഇമേജ് 0 തന്നെയാണ്. ഇനി എക്സ് പോസിറ്റീവ് ആകുമ്പോൾ ഇമേജ് 1 ആണ്. അപ്പോൾ 1നും 2ന്റെയും ഇമേജ് 1 ആണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് വെച്ച് നമുക്ക് ഗ്രാഫ് വരച്ചു നോക്കാം. അപ്പോൾ പോയിന്റ്സ് ഏതൊക്കെയാണ്? 0 ആകുമ്പോൾ 0 തന്നെയാണ്, 1 ആകുമ്പോൾ 1, 2 ആകുമ്പോൾ 1. That means എല്ലാ പോസിറ്റീവ് വാല്യൂന്റെ ഇമേജ് എന്താണ്? 1 ആണ്. 0 ആകുമ്പോൾ 0 ആണ്. നെക്സ്റ്റ് മൈനസ് വാല്യൂസിന്റെ മൊത്തം ഇമേജ് എന്താണ്? -1 ആണ്. -1 ആകുമ്പോൾ -1, -2 ആകുമ്പോഴും -1. അപ്പൊ പോസിറ്റീവ് വാല്യൂസിന്റെ മൊത്തം ഇമേജ് 1, 0 0. നെഗറ്റീവ് വാല്യൂസിന്റെ മൊത്തം ഇമേജ് -1. അപ്പൊ ഈ 0ന്റെ അടുത്തുള്ള വാല്യൂ എന്താണ്? പോസിറ്റീവ് ആയിരിക്കും. അതിന്റെ ഇമേജ് എന്താണ്? 1 ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഗ്രാഫ് എന്താണ്? ഈ ഗ്രാഫാണ് ജോയിൻ ചെയ്താൽ കിട്ടുന്നത്. അപ്പോൾ ഇതിന്റെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ എക്സ് ആക്സിസിലെ ഏതൊക്കെ പോയിന്റ്സിനെ ടച്ച് ചെയ്യുന്നുണ്ട് പെർപെൻഡിക്കുലർ? നോക്കുക, ഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. എല്ലാ പോയിന്റിനെയും ടച്ച് ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് ഭാഗത്തേക്കും ടച്ച് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ഭാഗത്തും എക്സ് ആക്സിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ ടച്ച് ചെയ്യുന്നുണ്ട്. Therefore ഡൊമൈൻ ഈക്വൽ ടു ആർ. നെക്സ്റ്റ് റേഞ്ച്. ഇതാണ് പെർപെൻഡിക്കുലർ, ഇവിടുന്ന് ഇവിടത്തേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ. അപ്പോൾ 1നെ ടച്ച് ചെയ്യുന്നുണ്ട്, 0-ലെത്തുമ്പോൾ 0നെ ടച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? -1നെയും ടച്ച് ചെയ്യുന്നുണ്ട് പെർപെൻഡിക്കുലർ. അപ്പോൾ നമുക്കറിയാം പോസിറ്റീവ് നമ്പേഴ്സ് ഏത് കൺസിഡർ ചെയ്യുമ്പോഴും സെക്കൻഡ് എലമെന്റ് വരുന്നത് 1 ആണ്. 0 0 ഓൾഡ് പേരിലെ സെക്കൻഡ് എലമെന്റ് 0 ആണ്. -1 -1, -2 -1 സെക്കൻഡ് എലമെന്റ് മൊത്തം. ഇവിടുത്തെ എല്ലാ സെക്കൻഡ് എലമെന്റ് എടുത്താലും ഇവിടുത്തെ എല്ലാ ഓൾഡ് പേരിലെയും സെക്കൻഡ് എലമെന്റ് എടുത്താൽ -1 ആണ്. 0 0 എന്ന ഓൾഡ് പേരിന്റെ സെക്കൻഡ് എലമെന്റ് 0 ആണ്. ഇവിടുത്തെ ഏത് ഓൾഡ് പേര് എടുത്താലും സെക്കൻഡ് എലമെന്റ് കിട്ടുന്നത് എന്താണ്? 1 ആണ്. Therefore range equal to -1 0 1. അപ്പൊ സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ് ഇതാണെന്ന് ഓർത്തു വെക്കുക. സിഗ്നം ഫംഗ്ഷന്റെ ഗ്രാഫ് 1 -1 0. അപ്പോൾ ഡൊമൈൻ ഈക്വൽ ടു ആർ, റേഞ്ച് ഓഫ് എഫ് ഈക്വൽ ടു -1 0 1. Next function, greatest integer function. Greatest integer function is a function f from R to R
defined by f of x equal to greatest integer of x. X belongs to R. Assumes the value of the greatest integer less than or equal to x. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. എന്താ അതിന്റെ മീനിങ്? ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് എക്സ് ഈക്വൽ ടു -1 ഇഫ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 0. -1 മുതൽ 0 വരെയുള്ള പോയിന്റ്സിൽ എല്ലാ റിയൽ നമ്പേഴ്സിലും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വരുന്നത് -1 ആണ്. ഇവിടുത്തെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്താണ്? -1നും 0നും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോ -1നും 0നും ഇടയിൽ വരുന്ന എല്ലാ പോയിന്റ്സിന്റെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ -1. ഇനി 0നും 1നും ഇടയിൽ വരുന്ന എല്ലാ എലമെന്റ്സിന്റെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ 0 ആണ് അല്ലേ? നമുക്ക് പറയാൻ പറ്റും 0.1, 0.2, 0.3. അതിലത്തെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എന്താണ്? ഇൻറ്റിജർ പാർട്ട് ഏതാ വരിക? 0 ആണ്. നെക്സ്റ്റ് 1 മുതൽ 2 വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സും 1.1, 1.2, 1.3 എക്സെട്ര ഇവിടെ വരുന്ന എല്ലാ റിയൽ നമ്പേഴ്സിന്റെയും ഇൻറ്റിജർ പാർട്ട് ഏതാണ് വരുന്നത്? 1 ആണ്. അപ്പൊ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ആയിട്ട് വരുന്ന പാർട്ട് 1 ആണ്. അപ്പൊ 1 മുതൽ 2 വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സിന്റെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഈക്വൽ ടു 1. നെക്സ്റ്റ് 2 മുതൽ 3 വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സിന്റെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഈക്വൽ ടു 2 വരും. 3 മുതൽ 4 വരെ 3, 4 മുതൽ 5 വരെ 4. അപ്പോൾ അവിടെ ഇങ്ങനെ ഗ്രാഫ് വരക്കുക. ഇത് ഉള്ള 2 വരെയാണ്. 2 ആകുമ്പോൾ 2ലേക്ക് വരും. അതുകൊണ്ടാണ് ഇവിടെ ഈ രീതിയിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. -1 മുതൽ 0 വരെ -1, അതിന്റെ ലെഫ്റ്റ് സൈഡാണ് വരിക. -2 മുതൽ -1 വരെയുള്ള എല്ലാ റിയൽ നമ്പേഴ്സിന്റെയും ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ -2 ആയിരിക്കും. -3 മുതൽ -2 വരെ ആകുമ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ -3 ആണ് വരിക. അപ്പോൾ ഇതിന്റെ ഡൊമൈൻ f ഫ്രം R to R ആണ്. ഹെൻസ് ഡൊമൈൻ ഈക്വൽ ടു R അല്ല. x ആക്സിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ എല്ലാ പോയിന്റ്സിനെയും ടച്ച് ചെയ്യുന്നുണ്ട്. ദർഫോർ ഡൊമൈൻ ഈക്വൽ ടു R. നെക്സ്റ്റ് റേഞ്ച് y ആക്സിന് പെർപെൻഡിക്കുലർ എടുക്കുക. ഇവിടുന്ന് y ആക്സിന് പെർപെൻഡിക്കുലർ വരച്ചാൽ -3നെ ടച്ച് ചെയ്യുന്നുണ്ട്. പെർപെൻഡിക്കുലർ വരച്ചാൽ -2നെ ടച്ച് ചെയ്യുന്നുണ്ട്. ഇത് -1നെ ടച്ച് ചെയ്യുന്നു. 0, 1, 2, 3 അല്ലെ? ഇതിന്റെ ഒക്കെ ഈ -3 മുതൽ -2 വരെയുള്ള ഏത് നമ്പർ എടുത്താലും അതിന്റെ ഇമേജ് -3 ആണ്. ദാറ്റ് മീൻസ് ഓർഡേർഡ് പെയറിൽ സെക്കൻഡ് എലമെന്റ് വരുന്നത് -3 ആണ്. പിന്നെ -2 വരും. പിന്നെ -1, 0, 1, 2, 3 അങ്ങനെയുള്ള നമ്പേഴ്സ് ആണ് വരിക. ഈ നമ്പേഴ്സിനെ മൊത്തത്തിൽ പറഞ്ഞ പേരെന്താണ്? ഇന്റിജേഴ്സ് എന്ന് പറയും. Therefore, domain equal to set of real numbers and range of f equal to set of integers. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഡൊമൈൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് കിട്ടുക. പക്ഷെ റേഞ്ച് ഈക്വൽ ടു സെറ്റ് ഓഫ് ഇന്റിജേഴ്സ്. ഹോംവർക്ക് ചെയ്യുക. Let R be the set of real numbers. Define the real function f from R to R by f of x equal to x plus 10. Sketch the graph of this function. അപ്പോൾ എക്സിന് 4 വാല്യൂസ് കൺസിഡർ ചെയ്യുക. എക്സ് 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് 10 വരും. അപ്പൊ 0, 10 എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുക. എക്സ് 1 ആകുമ്പോൾ 1 + 10 11, 1, 11 മാർക്ക് ചെയ്യുക. അങ്ങനെ 2-3 പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ യൂസ് ചെയ്ത് വരച്ചാൽ we get the graph of this function. Draw the graph of the function f of x equal to -mod x. പറഞ്ഞ തന്നെയാണ്. അപ്പോൾ താഴോട്ട് ഇതേ രീതിയിൽ താഴോട്ടാണ് -mod x വരിക. ഡൊമൈന് R തന്നെയാണ്. റേഞ്ച് -∞ മുതൽ 0 വരെ. mod x + 1 വരച്ചു നോക്കുക ഗ്രാഫ്. എന്നിട്ട് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുക. പിന്നെ mod x + 2 അതിന്റെയും എക്സിന് വാല്യൂസ് കൊടുക്കുക. അപ്പോൾ കിട്ടുന്ന y വാല്യൂസ്. അപ്പൊ ആ പോയിന്റ് ഗ്രാഫിൽ മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫിൽ നിന്നും ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാം. താങ്ക് യു.